മലയാള വർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം. മഴയുടെ ശക്തിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ശരീരത്തെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ഈ മാസം നമ്മുടെ പൂർവികർ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് കർക്കിടകക്കഞ്ഞി. വെറും വിശപ്പകറ്റാനുള്ള ഭക്ഷണമല്ല കർക്കിടകക്കഞ്ഞി. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു പരമ്പരാഗത ഔഷധ ഭക്ഷണമാണിത്. ഞവര, ഉലുവ, ചുക്ക്, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, തേങ്ങാപ്പാൽ തുടങ്ങി വിവിധ ഔഷധ ഗുണമുള്ള ചേരുവകളാണ് സാധാരണയായി കർക്കിടകക്കഞ്ഞിയിൽ ഉപയോഗിക്കുന്നത്. പ്രദേശത്തിനനുസരിച്ച് ചേരുവകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ലക്ഷ്യം ഒന്നു തന്നെ: ശരീരത്തിന് കരുത്തു പകരുക. ആയുർവേദത്തിൽ കർക്കിടക മാസത്തെ ശരീര ശുദ്ധീകരണത്തിനും ആരോഗ്യ പുനഃസ്ഥാപനത്തിനും അനുയോജ്യമായ സമയവുമായി കണക്കാക്കുന്നു. ഈ കാലത്ത് ലളിതവും ദഹിക്കാൻ എളുപ്പവുമായ ഭക്ഷണക്രമം പിന്തുടരുന്നത് ഗുണകരമാണെന്നാണ് പരമ്പരാഗത വിശ്വാസം. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും കർക്കിടകക്കഞ്ഞി പതിവായി തയ്യാറാക്കി കഴിക്കുന്നത്. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചില കർക്കിടകക്കഞ്ഞികൾ പരിചയപ്പെടാം. ആദ്യം അടിസ്ഥാന കർക്കിടകക്കഞ്ഞി. കഞ്ഞി തയ്യാറാക്കുമ്പോൾ പൊതുവെ അരിയുടെ 10% ഔഷധപ്പൊടി ചേർക്കുന്നതാണ് പതിവ്. കുത്തരി അഥവാ പുഴുക്കലരി അല്ലെങ്കിൽ പൊടിയരി, ഉലുവ എന്നിവ ചേർത്ത് വേവിക്കാം. കൂടുതൽ പോഷക സമൃദ്ധമാക്കാൻ ഞവരയരിയും ചെറുപയറും ചേർക്കാം. നന്നായി വെന്ത ശേഷം തേങ്ങാപ്പാൽ, ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ചെറുതീയിൽ ഒന്ന് തിളപ്പിച്ചാൽ രുചികരമായ കർക്കിടകക്കഞ്ഞി തയ്യാർ. കഞ്ഞിയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഔഷധ സസ്യങ്ങൾ ചേർത്ത കഞ്ഞി. കുറന്തോട്ടി വേര്, കയ്യൂന്നി, പർപ്പടകപ്പുല്ല്, ചെറുള, ചിറ്റരത്ത്, കൊഴുപ്പ, ചെറുപുള്ളടി, ബലിക്കറുക, ചെറുചീര എന്നിവ ഇടിച്ചു പിഴിഞ്ഞ നീരിലോ ഇവയുടെ പൊടി കലക്കിയ വെള്ളത്തിലോ അരി വേവിക്കാം. തുടർന്ന് തേങ്ങാപ്പാൽ, അല്പം നെയ്യ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഉപയോഗിക്കാം. ഇനി വിവിധ ഔഷധ ചെടികൾ ചേർത്ത കഞ്ഞിയാണ്. തഴുതാമ, കീഴാർനെല്ലി, വള്ളി, ഉഴിഞ്ഞ, നിലപ്പന, വിഷ്ണുക്രാന്തി, പൂവാങ്കുറുന്തൽ, മുയൽ ചെവിയൻ, കറുക, തിരുനാളി, മുക്കുറ്റി, പനിക്കൂർക്ക, തൊട്ടാവാടി, ശംഖുപുഷ്പം, ആവണക്ക്, ആടുതീണ്ടാപ്പാല, ചെറുകടലാടി തുടങ്ങിയ ഔഷധ സസ്യങ്ങളുടെ പൊടിയോ അരച്ച മിശ്രിതമോ കഞ്ഞിയിൽ ചേർത്ത് തയ്യാറാക്കാം. പ്രധാനപ്പെട്ട മറ്റൊരു കഞ്ഞിയാണ് ഞവരയരിക്കഞ്ഞി. ഞവരയരിയും ഉലുവയും നന്നായി വേവിച്ച ശേഷം ജീരകം, അയമോദകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, നാളികേരം, കുറുന്തോട്ടി, ചെറുളവേര് എന്നിവ അരച്ച് ചേർക്കുക. വീണ്ടും ചെറുതീയിൽ തിളപ്പിച്ചാൽ ഔഷധ ഗുണമുള്ള ഞവരയരിക്കഞ്ഞി തയ്യാറാവും. ഈ ചേരുവകളുടെ പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചുവന്ന പുഴുക്കലരി കഞ്ഞി. ചുവന്ന പുഴുക്കലരി കൊണ്ട് കഞ്ഞി തയ്യാറാക്കുക. കഞ്ഞി തിളച്ചു വരുമ്പോൾ തൊട്ടാവാടി, കുടങ്ങൽ, ചങ്ങലം പരണ്ട, നെയ്യുള്ളി, കറുക എന്നിവ ചതച്ച് നേർത്ത തുണിയിൽ കിഴികെട്ടി കഞ്ഞിയിലിടുക. ശേഷം കുരുമുളക് ചതച്ച്, ജീരകപ്പൊടി, ചുക്കുപൊടി, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട എന്നിവ ചേർത്ത് നന്നായി തിളപ്പിക്കുക. അവസാനം കിഴി പിഴിഞ്ഞെടുത്ത് ചെറു ചൂടോടെ കഴിക്കാം. ആയുർവേദത്തിൽ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന കഞ്ഞികൾ പലതരത്തിലുണ്ട്. മണ്ഡം, അഷ്ടഗുണമണ്ഡം, വാട്യമണ്ഡം, ലാജമണ്ഡം, പേയ, വിലേബി, യവാഗുമണ്ഡം. മണ്ഡം എന്നത് അരിയുടെ 14 ഇരട്ടി വെള്ളത്തിൽ വേവിച്ച് ചോറില്ലാതെ കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിക്കുന്ന രൂപമാണ്. ചുക്കും ഇന്ദുപ്പും ചേർത്ത് കഴിക്കുമ്പോൾ ദഹനശക്തി വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു. അഷ്ടഗുണമണ്ഡം. അഷ്ടഗുണമണ്ഡം തയ്യാറാക്കുന്നത് അരിയുടെ 8 ഇരട്ടി വെള്ളത്തിൽ കൊത്തമല്ലി, ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, ഇന്ദുപ്പ്, ചെറുപയർ എന്നിവ ചേർത്ത് വേവിച്ച് അവസാനം എണ്ണയിൽ കായം മൂപ്പിച്ച് ചേർത്തതാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കാനും മൂത്രസ്രാവം സുഗമമാക്കാനും ശരീരത്തെ പോഷിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് ആയുർവേദം പറയുന്നു. അടുത്തത് വാട്യമണ്ഡം. യവം പൊടിച്ച് വറുത്ത് കഞ്ഞി തയ്യാറാക്കി അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന തെളിയാണ് തൊണ്ടവേദന, അർശസ്, മലബന്ധം തുടങ്ങിയ അവസ്ഥകളിൽ ഉപയോഗിച്ചു വരുന്നു. അടുത്തത് ലാജമണ്ഡം. മലരോ അരിയോ വറുത്ത് തയ്യാറാക്കുന്ന കഞ്ഞിത്തെളിയാണ്. ഛർദി, വയറിളക്കം, അമിതദാഹം, പനി എന്നിവയിൽ നിന്ന് ഇത് പ്രയോജനകരമാണെന്നും ഗർഭകാലത്തെ അമിത ഛർദി കുറയ്ക്കാൻ സഹായിക്കുമെന്നും പരമ്പരാഗതമായി കരുതപ്പെടുന്നു. പേയ. അരിയുടെ 14 ഇരട്ടി വെള്ളത്തിൽ തയ്യാറാക്കുന്ന നേർത്ത കഞ്ഞിയാണിത്. ദഹിക്കാൻ വളരെ എളുപ്പമുള്ള ഈ കഞ്ഞി രോഗാവസ്ഥയിൽ സാധാരണയായി നൽകാറുണ്ട്. ഇതേ കഞ്ഞി കൂടുതൽ കട്ടിയോടെ തയ്യാറാക്കുന്നതിനെ യൂഷം എന്ന് വിളിക്കുന്നു. ഇനി വിലേബി. വിലേബി അരിയുടെ 4 ഇരട്ടി വെള്ളത്തിൽ തയ്യാറാക്കുന്ന കട്ടിയുള്ള കഞ്ഞിയാണ്.
ശരീരത്തിന് പോഷണം നൽകുവാനും ക്ഷീണം കുറയ്ക്കുവാനും ഇത് ഉപയോഗപ്പെടുന്നു. ഇനി യവാഗു അരിയുടെ 6 ഇരട്ടി വെള്ളത്തിൽ തയ്യാറാക്കുന്നു. അരിയും പയറും ചേർത്ത് തയ്യാറാക്കുമ്പോൾ അതിനെ ക്രിസര എന്ന് വിളിക്കുന്നു. അരി, ഉഴുന്ന്, എള്ള് എന്നിവ ചേർത്തും ഈ വിഭവം തയ്യാറാക്കാം. പനി, ഗുരുതരമായ രോഗങ്ങൾ, പഞ്ചകർമ്മ ചികിത്സ എന്നിവയ്ക്കു ശേഷമുള്ള വീണ്ടെടുപ്പ് ഘട്ടത്തിൽ ആയുർവേദം ഒരു പ്രത്യേക ക്രമം നിർദ്ദേശിക്കുന്നു. ആദ്യം മണ്ഡം, തുടർന്ന് പേയ, പിന്നെ വിലേബി, ഒടുവിൽ യൂഷം എന്നിങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കട്ടി കൂട്ടിക്കൊണ്ട് ഭക്ഷണം നൽകുന്നതിലൂടെ ദഹനശക്തി ക്രമേണ വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നാണ് ആയുർവേദത്തിൻ്റെ വിവരണം. കർക്കിടകക്കഞ്ഞി എന്തുകൊണ്ട് ഇത്ര പ്രത്യേകതയുള്ളതെന്ന് നോക്കിയാലോ? ആയുർവേദ പ്രകാരം ശരീരത്തിൽ ദഹിക്കാതെ അടിഞ്ഞുകൂടുന്ന വിഷാംശം അഥവാ ആമകം കുറയ്ക്കുവാനും ശരീരത്തെ ശുദ്ധീകരിക്കുവാനും കർക്കിടകക്കഞ്ഞി സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചുക്ക്, കുരുമുളക്, ജീരകം, ഉലുവ, നവരയേരി തുടങ്ങിയ ചേരുവകൾ ദഹനശക്തിയെ പിന്തുണയ്ക്കുകയും കുരുമുളക്, ജീരകം, ഉലുവ, നവരയേരി തുടങ്ങിയ ചേരുവകൾ ദഹനശക്തിയെ പിന്തുണയ്ക്കുകയും വിശപ്പ് വർദ്ധിപ്പിക്കുവാനും അജീർണം, വയറുവീക്കം തുടങ്ങിയ അസ്വസ്ഥതകൾ കുറയ്ക്കുവാനും കരുതപ്പെടുന്നു. നവരയേരി, ചെറുപയർ, തേങ്ങാപ്പാൽ എന്നിവ ശരീരത്തിന് ആവശ്യമായ ഊർജവും പോഷണവും നൽകുന്നു. ഉലുവയും മറ്റു ഔഷധ ചേരുവകളും സന്ധികളുടെയും പേശികളുടെയും ആരോഗ്യം പിന്തുണയ്ക്കുകയും മഴക്കാലത്ത് അനുഭവപ്പെടുന്ന വാതസംബന്ധമായ അസ്വസ്ഥതകൾ ലഘൂകരിക്കാൻ സഹായകരമാണെന്ന് ആയുർവേദം പറയുന്നു. കർക്കിടകക്കഞ്ഞിയെ ശരീരത്തിന് പുതുജീവൻ നൽകുന്ന രസായന ഭക്ഷണമായും വിശേഷിപ്പിക്കുന്നു. ക്ഷീണം കുറയ്ക്കുവാനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും മലബന്ധം കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. പോഷകരമായി നോക്കുമ്പോൾ കർക്കിടകക്കഞ്ഞി കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഭക്ഷ്യനാരുകൾ, ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ, വിവിധ സസ്യഘടകങ്ങളിൽ നിന്നുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ ഉറവിടമാണ്. കർക്കിടകക്കഞ്ഞി ഒരു ഭക്ഷണം മാത്രമല്ല, തലമുറകളിലൂടെ കൈമാറിയ ആരോഗ്യ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. വീട്ടിൽ ലഭ്യമായ ധാന്യങ്ങളും ഔഷധ സസ്യങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ വിഭവങ്ങൾ മഴക്കാലത്ത് ശരീരത്തെ പരിപാലിക്കുന്ന ഒരു ജീവിതശൈലിയെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. അതിനാൽ പ്രത്യേക ആരോഗ്യ പ്രശ്നമുള്ളവർ യോഗ്യനായ ആയുർവേദ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം ഔഷധക്കഞ്ഞികൾ ഉപയോഗിക്കുന്നത് ഉചിതമാണ്. പ്രകൃതി നൽകുന്ന ഔഷധ സമ്പത്തും നമ്മുടെ പാരമ്പര്യ അറിവും ചേർന്നതാണ് കർക്കിടകക്കഞ്ഞി. ശരീരത്തിന് പോഷണവും മനസ്സിന് ഉന്മേഷവും പകരുന്ന ഈ പാരമ്പര്യം നമ്മുടെ അടുക്കളകളിൽ വീണ്ടും സജീവമാക്കാം.